പ്രിയ പ്രേക്ഷകർക്കും ശ്രീരാമസാഗരത്തിലേക്ക് സ്വാഗതം. ദശരഥ മഹാരാജാവിന്റെ രാജസഭയിൽ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി എത്തിച്ചേരുന്നു. മഹർഷിയെ ആദരപൂർവ്വം സ്വീകരിച്ച ദശരഥനോട് അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തി. താൻ നടത്തുന്ന മഹായാഗം മാരീചനും സുബാഹുവും ഉൾപ്പെടെയുള്ള രാക്ഷസന്മാർ നശിപ്പിക്കുകയാണ് എന്നും യാഗം പൂർത്തിയാക്കാൻ ശ്രീരാമനെ കൂടെ അയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അഭ്യർത്ഥന കേട്ട ദശരഥൻ വിഷമിച്ചു. പ്രായം കുറഞ്ഞ രാമനെ രാക്ഷസന്മാരെ നേരിടാൻ അയക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. എന്നാൽ ഗുരുവായ വസിഷ്ഠ മഹർഷി വിശ്വാമിത്രന്റെ മഹത്വവും രാമന്റെ ദൈവിക ദൗത്യവും ഓർമ്മിപ്പിച്ചു. അങ്ങനെ ദശരഥൻ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രനോടൊപ്പം അയച്ചു. ഇന്നത്തെ പാരായണം വിശ്വാമിത്രന്റെ യാഗരക്ഷ. പാരായണം ചെയ്യുന്നത് ഡോക്ടർ KR ശ്യാമ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനാം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു. വന്ദിച്ചു നിന്നു ഭക്ത്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ. അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തുരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായി ഉള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ ധരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിടിനാൻ. എന്തു ചൊൽവതു ഗുരോ നന്ദനം തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തൊന്നു നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു
തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാത പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവമുന്നം പ്രാർത്ഥിക്യമൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠനാഥൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ. ഇന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാ ധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാൻ എന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എപ്പോഴും ധർമ്മത്തിന്റെ പാതയിലൂടെ ആയിരിക്കണം സഞ്ചരിക്കേണ്ടതും തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതും. ഇതിലൂടെ ജനങ്ങളിലും ധർമ്മബോധം ഉണർത്തുകയാണ് വേണ്ടത്. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ധർമ്മത്തിൽ അധിഷ്ഠിതമായാണ്. എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എം രാജശേഖര പണിക്കർ രാമായണത്തിലെ ധർമ്മബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കാണാം രാമാമൃതം. നമസ്കാരം. ജയ് ശ്രീറാം. പ്രപഞ്ചത്തിൻ്റെ ആധാരം തന്നെ ധർമ്മമാണ്. പുരുഷായുസ്സിൽ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ പരാമർശിക്കുന്നത്. അത് ധർമ്മത്തിൻ്റെ ആധാരത്തിൽ മാത്രമേ അർത്ഥകാമങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അത് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൈയും ഉയർത്തി ഞാൻ പറയുന്നു, ധർമ്മമാണ് കാമത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും അടിസ്ഥാനം എന്ന്. ആരും കേൾക്കുന്നില്ല എന്ന്. ധർമ്മം അടിസ്ഥാനപരമായ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭാരതീയർ ശ്രീരാമനെ കാണുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ധർമ്മം എന്നാൽ രാമൻ എന്ന നിലയിലാണ് നമുക്ക് ഭാരതീയർക്ക് പരിചിതമായിട്ടുള്ളത്. ധർമ്മം ആൾരൂപം പൂണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന പ്രപഞ്ചത്തിലെ തന്നെ പ്രഥമഗണനീയനായിട്ടുള്ള ആളാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അതുകൊണ്ടാണ് ശ്രീരാമനെ ഭാരതീയർ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. ധർമ്മം എന്നുള്ളത് വളരെ ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും
അനുഷ്ഠിക്കാൻ വളരെയേറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടന മാത്രമല്ല, വ്യക്തിയുടെയും ഗൃഹത്തിൻ്റെയും അതുപോലെ സമാജത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പ് തന്നെ ധർമ്മത്തിൻ്റെ ആധാരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് രാമനെ അത്രമേൽ ഭാരതീയർ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്. രാമൻ്റെ ഏതു തരത്തിലും രാമനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കഥകൾ, കവിതകൾ, അതുപോലെ ശില്പങ്ങൾ ഒക്കെ നമുക്ക് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കും. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു സമാജം എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം ശ്രീരാമനിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയിരത്താണ്ടുകളായി ഭാരതീയർ ശ്രീരാമനെയാണ് മാതൃകയാക്കിയിട്ടുള്ളത്. ധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിന് ശ്രീരാമനെയാണ് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നത്. ഭാരതം നിലനിൽക്കുന്നത് തന്നെ സനാതനമായ ധർമ്മത്തിലാണ്. പണ്ട് വാൽമീകി രാമായണം രചിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോഴാണ് നാരദൻ അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, 16ഓളം ഗുണങ്ങളുള്ള ഒരാൾ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ 60ഓളം ഗുണങ്ങളുള്ള ഒരു പുരുഷനുണ്ട്, അത് ശ്രീരാമനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ശ്രീരാമൻ്റെ കഥകൾ ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്? നമ്മൾ പാരായണം ചെയ്യുന്നു, കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്നു, ശില്പങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ രാമായണത്തിലൂടെ രാമൻ്റെ കഥകൾ, എത്രയോ രാമായണങ്ങൾ, 100 കണക്കിന് രാമായണങ്ങൾ ഭാരതത്തിലുണ്ട്. അതെല്ലാം നിത്യേന പാരായണം ചെയ്യുന്നു. ആചാര്യന്മാർ രാമനെ പ്രകീർത്തിക്കുന്നു, രാമൻ്റെ ഗുണഗണങ്ങൾ പറയുന്നു. ഈ രാമനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ ഭാരതത്തിലെ ഓരോ കുട്ടികളും വളർന്നു വരുന്നത്. അവരുടെ ജീവിതത്തിന് നമ്മൾ ഒരു ദീപസ്തംഭം പോലെ വഴിതെറ്റിപ്പോകാതെ ധർമ്മത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത് ശ്രീരാമനാണ് എന്നുള്ളത് കൊണ്ടാണ് ശ്രീരാമൻ അത്രമേൽ നമുക്ക് ആദരണീയനാകുന്നത്. ഈ ധർമ്മത്തെ എതിർത്താൽ മാത്രമേ ഭാരതത്തിന് വിരുദ്ധമായിട്ടുള്ള ശക്തികൾക്ക് ഇവിടെ വളർന്നു വരാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രവിരോധികളായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ഒരു കാലത്താണ് നിത്യേന ഈ രാമായണം അനുവർത്തിച്ചിരുന്ന ഒരു സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് വിശാല ഹിന്ദു സമ്മേളനം 1982 കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് രാമായണ മാസം വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് തീരുമാനിച്ചതും വിപുലമായ രീതിയിൽ അത് പ്രചാരം നേടിയതും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ രാമായണത്തിൻ്റെ പ്രകീർത്തനം എങ്ങും കേട്ടു. ശ്രീരാമനെ വീണ്ടും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു, ധർമ്മം വീണ്ടും പുനഃസ്ഥാപിച്ചു. അതിൽ പരമേശ്വർജിയും അതുപോലെ മാധവജിയുമൊക്കെ അതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, വിശാല ഹിന്ദു സമ്മേളനത്തിൽ ആ തീരുമാനമെടുക്കുന്ന ആ ഒരു സമ്മേളനത്തിൽ കരൺ സിംഗ് ആയിരുന്നു ഇവിടെ പങ്കെടുത്ത ഒരാൾ. കരൺ സിംഗ് അന്ന് വളരെ മനോഹരമായി പറഞ്ഞു, നോ സെറിമണി ഈസ് കംപ്ലീറ്റ് വിത്തൗട്ട് ദ കോക്കനട്ട് ഫ്രം കേരള ആൻഡ് കുങ്കും ഫ്രം കശ്മീർ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എത്ര മനോഹരമായിട്ട് ഭാരതത്തെ അദ്ദേഹം ബന്ധപ്പെടുത്തിയെന്ന് നോക്കുക. ഈ രണ്ടറ്റത്തു നിന്നും, ഒരു ഭാഗത്തുനിന്ന് കുങ്കുമവും ഈ കേരളത്തിൽ നിന്ന് നാളികേരവും ഒരുമിച്ച് നിൽക്കുന്ന ധന്യമായ ആധ്യാത്മികമായ ഒരു പാരമ്പര്യത്തെ അദ്ദേഹം ഉണർത്തി. അങ്ങനെ ദേശം മുഴുവൻ വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരത്തെയാണ് രാമനിലൂടെ വീണ്ടും നമ്മൾ ഉണർത്തി കൊണ്ടുവരുന്നത്. രാമൻ എല്ലാ വീടുകളിലുമുണ്ട്, എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ രാമന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ബലിദാനികളാകുന്നത്. അതുകൊണ്ടാണ്. കാരണം രാമൻ ഇല്ലാതെയായാൽ ധർമ്മം നശിച്ചു എന്നുള്ളതാണ്. ധർമ്മമില്ലാതായാൽ രാഷ്ട്രമുണ്ടാവുകയില്ല, പ്രപഞ്ചമുണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ ത്യാഗത്തിന് വേണ്ടി ആളുകൾ തയ്യാറാകുന്നത്. എന്തുകൊണ്ടാണ് 500 വർഷക്കാലം നീണ്ടുനിന്ന ധീരമായ സമരത്തിൻ്റെയും അതുപോലെ പോരാട്ടങ്ങളുടെയും ബലിദാനങ്ങളുടെയും കാലം കഴിഞ്ഞിട്ടും അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പടുത്തുയർത്തുന്നത്? അത് കാരണം രാമൻ അത്രമേൽ ഭാരതത്തിൻ്റെ ഹൃദയവുമായി, ജീവിതവുമായി, വ്യക്തികളുമായി, സമാജവുമായി, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത്രമേൽ രാമനെ നമ്മൾ ഹൃദയത്തോട് ചേർക്കും തോറും ധർമ്മത്തിനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്.
നമ്മുടെ കുടുംബ ബന്ധങ്ങളും സമാജ ബന്ധങ്ങളും രാഷ്ട്രസങ്കല്പങ്ങളും എന്തിന് അതുപോലെ സോഷ്യോ പൊളിറ്റിക്കൽ ചിന്താധാരകളുമൊക്കെ നമ്മുടെ ഈ രാമനിൽ നിന്നാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞത്. ആ രാമരാജ്യം എന്താണ് എന്നറിയുന്നതിന് രാമൻ്റെ ധർമ്മം എന്താണ് എന്ന് നമ്മൾ അറിയണം. രാമൻ്റെ ധർമ്മം എന്നുള്ളത് ഭാരതത്തിൻ്റെ ധർമ്മം തന്നെയാണ്, പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ധർമ്മമാണ്. അതുകൊണ്ട് ആ ധർമ്മത്തെ പിൻപറ്റുക, രാമനെ നമ്മൾ പിൻപറ്റുക, രാമായണത്തെ നമ്മൾ പിൻപറ്റുക. നമസ്കാരം. ക്ഷേത്രകലകളിൽ സോപാന സംഗീതത്തിന്റെ മഹത്വം വളരെ വലുതാണ്. ഇനി നമുക്കൊരു സോപാന സംഗീതം ആസ്വദിക്കാം. രാമാനന്ദം. ഭവദീയാ കഥാ അഭിനവ ഹൃദയാ ഭവദീയാ കഥാ അഭിനവ सकल भुवन मनो ननु सकल भुवन मनो ननु पराशर प्रकट भवन
സാഗരത്തിൽ നാളെ പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡത്തിലെ സീതാ സ്വയംവരം. നമുക്ക് കാത്തിരിക്കാം. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.